സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് തന്നെ എത്ര നാളായി? ഇത്രയും നാൾ അത് പുറത്തുവിടാതെ മാറ്റിവെച്ചു എന്നുള്ളത് തന്നെ വളരെ ഗുരുതരമായൊരു പിഴവാണ്. പ്രമുഖ നടന്മാരുണ്ട്, പിന്നെ സംവിധായകന്മാരുണ്ട്, നിർമ്മാതാക്കളുണ്ട്. ഇവരൊക്കെ അടങ്ങുന്നൊരു മാഫിയ സംഘമായിട്ട് വളർന്നിരിക്കുന്ന ഈ വിഭാഗത്തെ നേരിടുന്നതിനും അവരെ നിലയ്ക്ക് നിർത്തുന്നതിനും സർക്കാർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരത്ത് ഇത്രയേറെ അശ്ലീലം നിറഞ്ഞ ഒരു ഇതായിട്ട് സിനിമ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നടനമാടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് സ്ത്രീകൾക്കെതിരെയാണ്. അതൊക്കെ നല്ലതാണ്. അതിനെ എതിർക്കുന്നതും അതിനെ പരിപോഷിപ്പെടുത്തുന്നതും ഒക്കെ നല്ലതാണ്. അപ്പോൾ സ്ത്രീകളെ കൂടുതലിൻ്റെ ഈ ധാരാളം ആളുകൾ ഇതിനെ ഒന്നിച്ചുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിനിമാ മേഖലയിലുള്ള പല ആളുകൾക്കും പല ബുദ്ധിമുട്ടും ഇപ്പം നടികൾക്കും പിന്നെ ഈ വളർന്നു വരുന്ന കലാകാരന്മാർക്കൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. ആ സ്ത്രീകൾക്ക് പല പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പല മേഖലയിൽ നിന്നും പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. സർക്കാർ തലത്തിൽ തന്നെ അതിന് കാര്യമായിട്ട് നടപടി ഉണ്ടാവണം. ശരീരം അവർ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കാനും അതുപോലെ പണത്തിന് വേണ്ടി ചെന്ന ഒരു പൊതുബോധത്തിലേക്ക് സ്ത്രീ ബോധത്തിലേക്ക് വെക്കുമ്പോൾ ഒരുപിടി അത്തരം അങ്ങനെയല്ല. അപ്പം അത് ചെല്ലുമ്പോൾ ആളുകൾ പുറകോട്ട് മടുക്കുണ്ടാവും. അപ്പം ടാലൻറ്റഡ് ആയിട്ടുള്ള ഇൻബോൺ ടാലൻറ്റ് ആയിട്ടുള്ള ആളുകൾ പോലും അതിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കുറ്റക്കാരാരാന്ന് കണ്ടെത്തിയിട്ട് പറഞ്ഞില്ല. ഉന്നതരുണ്ടെന്നാണ് പറയുന്നത്, പ്രമുഖ നടന്മാരുണ്ടെന്ന് പറയുന്നുണ്ട്. ആളെ പേര് വെളിപ്പെടുത്തിയില്ല. പിന്നെ സിനിമയിൽ ലേഡീസ് ഇപ്പോഴാണ് പറയുന്നത്. ഇത് മുമ്പും നടന്നിരുന്ന സംഭവമാണ്. ഇപ്പം പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പം മീഡിയാസ് ഉണ്ട്, അതിനെ കൊണ്ട് ജനം അറിയുന്നത്. മുമ്പ് ഇതിന് മീഡിയാസ് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ജനങ്ങൾ അറിയില്ല. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഫുള്ളും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ രൂപം നമുക്ക് എന്താ ചിത്രം മനസ്സിലാവുള്ളൂ, പൊതുജനത്തിന് അറിയാൻ കഴിയുള്ളൂ.